അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമർ സൊല്യൂഷൻസ് ധാരാളം ട്രേഡിംഗ് സോഫ്റ്റ്വെയറുകൾ, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്ററുകൾ, സ്ട്രാറ്റജികൾ പലപ്പോഴും സമ്മാനിച്ച ഒരു പ്രസ്ഥാനമാണ്. ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും ഇൻഡിക്കേറ്ററുകളൊക്കെ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് പുതുതായി നിർമ്മിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ, വിജയകരമായി ധാരാളം സോഫ്റ്റ്വെയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സ്ട്രാറ്റജികളും സംവിധാനങ്ങളുമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇന്ന് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്നും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാർ ചെയ്യുന്നത്. ഇത്തരത്തിലായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്കിവിടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട ലോട്ട് സൈസ് ഇവിടെ ഉണ്ടാകും. അത് മാറ്റുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എനാബിൾ ഓട്ടോ ലോട്ട്, ഇത് നമ്മൾ ട്രൂ ചെയ്താൽ മാത്രം ഇതിൻ്റെ ലോട്ട് സൈസ് ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കും. അതായത് $500 1 എന്ന രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇത് ഫാൾസ് എന്നാക്കി കഴിഞ്ഞാൽ 0.01 മാത്രമേ ഉണ്ടാകൂ. അല്ലെങ്കിൽ ഇത് 500-1, അതായത് പ്രോഫിറ്റ് കിട്ടി 500-ൻ്റെ അക്കൗണ്ട് 1000 ആയാൽ, അല്ലെങ്കിൽ ആദ്യമേ നമ്മുടെ അക്കൗണ്ടിൽ $1000 ഉണ്ടെങ്കിൽ 0.02 എന്ന രീതിയിലായിരിക്കും ട്രേഡ് നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സെറ്റപ്പ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഓക്കെ അടിച്ചാൽ തന്നെ നമ്മുടെ ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പണായി വരും. ഇത് മാർക്കറ്റ് റൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നമുക്കിതിൻ്റെ കാര്യങ്ങൾ കാണാൻ കഴിയുക. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡിംഗ് ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും കാണാൻ കഴിയില്ല. പകരം ഞാൻ ഒരു വർഷത്തെ ബാക്ക് ടെസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വ്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ സ്ട്രാറ്റജി ടെസ്റ്റർ എന്ന് കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ പേര് ഇവിടെയുണ്ട്. ധാരാളം റോബോട്ടുകൾ ഇതിൽ വേറെയും ഉണ്ട്. അതിൽ നിന്ന് ഈ ഒരു റോബോട്ട് നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റോബോട്ടാണ്. XAUUSD അഥവാ ഗോൾഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ്റ്റിക്കാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 15 ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മാറ്റാം. അതേപോലെ $500 നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ ടെസ്റ്റിംഗ് എന്നോർത്ത് ഇവിടെ എത്ര ഡോളറിനാണ് ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് മാറ്റം വരുത്താം. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ആഗസ്റ്റ് മാസം ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ജൂലൈ മാസം, അതായത് കഴിഞ്ഞ 2025 ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റിൻ്റെ തൊട്ട് മുമ്പുള്ള മാസമായ 1/8/24 നമുക്ക് ജൂലൈ 31 വരെ ഏകദേശം ഒരു വർഷമാണിത്. അതായത് ആഗസ്റ്റ് 1 മുതൽ 2025 ജൂലൈ 31 വരെയുള്ള ഡേറ്റിൻ്റെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വിഷ്വൽ മോഡ് ഓൺ ചെയ്താൽ ഇവിടെ സ്ക്രീനിൽ നമുക്ക് ട്രേഡ് നടക്കുന്നത് കാണാം. പക്ഷേ അപ്പോൾ ഒരു വർഷത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ, അതായത് ഒരു 2 മണിക്കൂറെങ്കിലുമൊക്കെ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽ മോഡ് ഓഫ് ചെയ്തുകൊണ്ടാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ആദ്യം ചാർട്ട് M5 അതുപോലെ മറ്റു കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ ലോഡ് ചെയ്യാണ്. അതുപോലെ ജേണൽ എന്ന ഭാഗത്ത് പോയി നോക്കിയാൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ റിപ്പോർട്ട് നമുക്കിവിടെ കാണാം. ഈ ഒരു സംവിധാനം ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ട്രേഡ് സ്റ്റാർട്ടാവും. അപ്പോൾ ഇതിൽ ഒരുപാട് ട്രേഡുകൾ നടക്കുകയും, അതുപോലെ ട്രേഡുകൾ നടക്കുന്നത് ജസ്റ്റ് ബൈയും സെല്ലും ഇടുന്നതിന് പകരം ബൈ സ്റ്റോപ്പും അതുപോലെ സെൽ സ്റ്റോപ്പൊക്കെ ഇട്ട് വെച്ച് അത് തന്നെ ഒരു നിശ്ചിത സമയത്ത് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി പിന്നെ വേറെ ട്രേഡ് ഇട്ട്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ പലപ്പോഴും
കുറച്ച് സ്റ്റെക്കാകുന്ന രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. പല റോബോട്ടും പല രീതിയിലാണ്, ഇത് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് ഒന്ന് ഇവിടുത്തെ ചാർട്ടാണ്. ഈ ചാർട്ട് ഇതിങ്ങനെ മേലോട്ട് തന്നെ പോകുന്നത് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് താഴോട്ട് പോയത് കാണാം. ഇങ്ങനെ നമുക്കറിയാം ഇപ്പോൾ 500ൻ്റെ അക്കൗണ്ട് ഇപ്പോൾ നിൽക്കുന്നു 1200 എത്തിയിട്ടുണ്ട്. ഇവിടെ റിസൾട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ബൈ സ്റ്റോപ്പ് ഇട്ടു, ഡിലീറ്റ് ചെയ്തു, സെൽ സ്റ്റോപ്പ് ഇട്ടു, ഡിലീറ്റ് ചെയ്തു. ഇവിടെ സെല്ല് വന്നിട്ടുണ്ട്. ഈ സെല്ല് അതിൻ്റെ ലാഭം, അതായത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് അതിനാണ് ഈ മോഡിഫൈ എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ 53.42 ഉള്ളത് 83 ആക്കി. ഇങ്ങനെ കൂട്ടി തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ ആ SL പ്രോഫിറ്റിൽ അടി, അതാണ് ഇങ്ങനെ SL അടിഞ്ഞതായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഓരോ ഡേറ്റിലെയും, അതായത് നമ്മൾ ആഗസ്റ്റ് 1-നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഡേറ്റ് നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒന്ന് താഴോട്ട് വലിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ കുറച്ച് സ്റ്റെക്കായി ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ $1000 ആയപ്പോൾ നമ്മുടെ ലോഡ് സൈസ് 01 ഉള്ളത് 02 മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം കാണാൻ കഴിയില്ല. റിപ്പോർട്ട് നമുക്ക് അവസാനമേ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യൂ ഇവിടെ ഗ്രാഫ് എന്നതിൽ മാത്രമാണ് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രാഫ് കുറച്ചും കൂടി കുറച്ച് വലുപ്പത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ റോബോട്ടിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കുറച്ച് വലുതായി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ ട്രേഡിങ് ഓപ്പണായി വരുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ഉണ്ടാവും. അത് നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഇവിടെ നമുക്ക് കാണാം. ഈ ചാർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ 500-ൽ നിന്ന് തുടങ്ങിയ അക്കൗണ്ട് ഇങ്ങനെ പോയി ഇപ്പം നമ്മുടെ അക്കൗണ്ട് നിൽക്കുന്നത് $8000 $9000 റേഞ്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഒരു സൈസ്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ ഈ ഒരു പച്ച കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രേ ഇതിൽ നോക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് കഴിയുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അവസാനം ഒരു പേജ് കാണാം. അതിൽ എത്ര ട്രേഡ് ഇട്ടു, എത്രണ്ണം ക്ലോസ് ചെയ്തു, എത്രണ്ണം ലോസിൽ ക്ലോസ് ചെയ്തു, എത്രണ്ണം പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു, ഏറ്റവും വലിയ പ്രോഫിറ്റ് എത്രയായിരുന്നു, ഏറ്റവും വലിയ ലോസ് എത്രയായിരുന്നു എന്നൊക്കെ കാണാം. ഈ പച്ച കളറിൽ കാണുന്ന ഈ ലൈൻ നമ്മുടെ അക്കൗണ്ടിൽ ഡ്രോ ഡൗൺ എന്ന് പറയുമല്ലോ. ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രോ ഡൗൺ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിൻ്റെ ബാലൻസ് കിടക്കുന്നത് ഇവിടെയാണെങ്കിലും നഷ്ടത്തിൽ ഓടുന്ന ട്രേഡ് ഇവിടെ വരെ നഷ്ടത്തിൽ ഓടുന്നുണ്ട്. അപ്പോൾ $500,000 നഷ്ടത്തിൽ ഉണ്ടാവും. കാരണം ഇവിടെ $10,000 നമ്മളെ ഇക്വിറ്റി ആകുന്ന സമയത്താണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു $1,000 ഡ്രോ ഡൗൺ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ മാക്സിമം എത്ര ഡ്രോ ഡൗൺ പോയി എന്ന് നമുക്ക് കാണാം. അതായത് 500-ലല്ല നമ്മളിപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 500 കൂടി മേലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ലോഡ് സൈസ് കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ $10,000 ഉണ്ടാവുമ്പോൾ 10,000-ൽ എത്ര 500 ഉണ്ട്, അത്രയും 0.01 ഇട്ടാൽ എത്ര ട്രേഡ് ഉണ്ടാവും. ആ ഒരു രീതിയിലുള്ള ലോഡ് സൈസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 10,000-ൽ 500 എത്ര ഉണ്ട്, 20 ഉണ്ടാവും. അപ്പോൾ 20 × 0.01 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ട്രേഡ് ഏകദേശം കഴിഞ്ഞു തോന്നുന്നു. ഏകദേശം 7,000 ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രേഡ് കഴിയുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം നിങ്ങൾ ഈ മൈക്കിലൂടെ കേൾക്കുമോ എന്നറിയില്ല. ഏതായാലും കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കറിൽ അത്തരം ഒരു ശബ്ദം കേൾക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ് നിന്നു അല്ലെങ്കിൽ ക്ലോസായി, നമ്മുടെ ഈ ഡേറ്റ് മുഴുവൻ കഴിഞ്ഞു എന്നതാണ് അർത്ഥം. നമ്മൾ കറക്റ്റ് ഒരു വർഷത്തെ ബാക്ക് ടെസ്റ്റാണ് എടുക്കുന്നത്. ഈ ഒരു വർഷത്തെ ബാക്ക് ടെസ്റ്റ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പല മാസങ്ങളിലും പല സമയങ്ങളിലും പല തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷനുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31-നാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ മാറ്റങ്ങൾ മാർക്കറ്റുകളിൽ വരും. അതുപോലെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ മാർക്കറ്റിൽ പലതും വരും. അതുപോലെ ക്രിസ്മസ് പോലെയുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആഘോഷ സാഹചര്യങ്ങൾ വരുമ്പോൾ വരും. അതുപോലെ മറ്റു യുദ്ധം പോലെയുള്ള രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരും. കൊറോണ പോലെ നാടിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അതൊക്കെ മാർക്കറ്റിനെ പൊതുവെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു കൊല്ലത്തെ ടെസ്റ്റ് ചെയ്താലാണ് ഏതൊരു ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെയും ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കടന്നു പോകണമെങ്കിൽ
ഈ പറഞ്ഞ രീതിയിൽ ഒരു കൊല്ലത്തെ ബാക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മാർക്കറ്റ് ഒരുപാടധികം മുകളിലേക്ക് പോയതുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള മാർക്കറ്റ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായതുകൊണ്ട് ഒരു സീറോയുടെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ് ഇവിടെയൊക്കെ ചാർട്ട് നിൽക്കുന്നത്. കാരണം ഇവിടെയൊക്കെ നമുക്ക് 0.01 ട്രേഡ് നടക്കുന്നത്. പിന്നെ അത് 0.2 മാറി, 3 മാറി. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, 1, 10, 100, 1000, 10,000, ലക്ഷം, 15 ലക്ഷം, 16 ലക്ഷം, 19 ലക്ഷമൊക്കെ ഡോളറായി നമ്മുടെ ക്യാപിറ്റൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നടക്കുന്ന ബാക്ക് ടെസ്റ്റിൽ നമ്മുടെ ലോഡ് സൈസ് വളരെ വലിയ ലോഡ് സൈസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ബാക്ക് ടെസ്റ്റിൻ്റെ ഏകദേശ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ആ പേജ് ഓപ്പൺ ചെയ്താൽ കമ്പ്യൂട്ടർ ഹാങ് ആകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം ബാക്ക് ടെസ്റ്റ് നടക്കുന്നത് കൊണ്ടും ഇതിൽ ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും വിട്ട് വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും അടുത്ത് ഇട്ട് പിന്നെ അത് വീണ്ടും അടുത്ത് ഇട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രോഫിറ്റിക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ ഇങ്ങനെ ട്രയൽ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇതൊക്കെ ഇതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത് ലൈവായി നടക്കുന്ന പ്രവർത്തനമല്ലല്ലോ. ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തൊക്കെ പ്രവർത്തനം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുമ്പോൾ വലിയ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു വർഷത്തെ റിപ്പോർട്ട് കിട്ടുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ 15 ലക്ഷമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 ലക്ഷം 24.5 ലക്ഷം ഒക്കെ ആയി. ഏകദേശം 30 ലക്ഷത്തിൻ്റെ 30 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇക്വിറ്റി മാറിയിട്ടുണ്ട്. $500 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു റിയൽ അക്കൗണ്ടിൽ, അതായത് നഷ്ടസാധ്യതകളുണ്ട് ട്രേഡിങ്ങിൽ നിന്ന് നമുക്കറിയാം. ഇതിലെ സ്ട്രാറ്റജി വളരെ സെക്യൂറായിട്ടാണ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്. എങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യതകളൊക്കെ മനസ്സിലാക്കി ഈ ഒരു മാർക്കറ്റിൽ ഒരു $500 എന്ന് പറയുമ്പോൾ നമുക്ക് 50,000 രൂപ താഴെ വരുന്നുള്ളൂ. ഇത്തരത്തിൽ ഒരു പരീക്ഷണത്തിന് ഒരാൾ തയ്യാറായി അയാളുടെ അക്കൗണ്ട് എങ്ങാനും ഇതുപോലെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിളായി വിജയിച്ച് ഈ ഒരു പറയുന്ന രീതിയിൽ 30 ലക്ഷവും 50 ലക്ഷവുമൊക്കെ ഡോളർ നമുക്കത് പ്രോഫിറ്റായി മാറുകയാണെങ്കിൽ ആ ഡോളറിനെ നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ശരിക്കും നമ്മൾ ബോധം കെട്ട് വീഴും എന്ന് എൻ്റെ ഒരു വിശ്വാസപ്രകാരം പറഞ്ഞതാണ്. കാരണം ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബോധം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ വലിയ വരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളൊന്നും ചിലപ്പം വലിയൊരു സംഭവം ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ എന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വർഷത്തെ മുഴുവനും ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാന പേജിൽ എത്ര ട്രേഡുകൾ നടന്നു എന്നും അതുപോലെ എത്ര ലോസ് ക്ലോസ് ചെയ്തു, എത്ര പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് ബാലൻസ് അതിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഈ ഏതൊരു റോബോട്ടിൻ്റെയും പ്രവർത്തന രീതിയിൽ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് വലിയ ഒരു പ്രയാസമാണ്. ഈ ഡ്രോ ഡൗൺ ഓവറാകുന്ന സമയത്താണ് നമ്മുടെ ഇക്വിറ്റി മൊത്തത്തിൽ കട്ടായി ട്രേഡ് സ്റ്റോപ്പായി അക്കൗണ്ട് വാഷ് ഔട്ട് ആകുന്നത്. നിങ്ങൾ ഒട്ടുമിക്ക റോബോട്ടുകളുടെയും ബാക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഉള്ളതല്ല, അല്ലാത്ത റോബോട്ടുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ നീല ലൈനിൻ്റെ എത്രയോ താഴെയായിട്ട് ഈ പച്ച ലൈൻ പോകുന്നത് കാണാം. എന്നാൽ നമ്മുടെ ഈ ഒരു ബാക്ക് ടെസ്റ്റിൽ നിങ്ങൾ ഇതിൻ്റെ ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ നീല ലൈനിനോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ഈ പച്ച ലൈൻ പോകുന്നുള്ളൂ. ഇവിടെ ഒരു 2 സ്ഥലങ്ങളിലും ഇവിടെ ഒരു സ്ഥലത്തും ഇവിടെ ഒരു ചെറിയ സ്ഥലത്തും മാത്രമാണ് ഡ്രോ ഡൗൺ ആയിട്ട് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഇത് ഇവിടെ കാണിക്കുന്ന ലക്ഷങ്ങളുടെ ലെവലിലേക്ക് നോക്കുമ്പോൾ ഇതിൽ കാണിക്കുന്ന ഡ്രോ ഡൗൺ വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നീല ലൈനും പച്ച ലൈനും ഒപ്പത്തിനൊപ്പം കാണുന്നത്. എന്നാൽ നമ്മൾ ചെറിയ ഇക്വിറ്റിയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇത് വലിയ ഡ്രോ ഡൗൺ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോ ഡൗണിനെ നമ്മൾ ഡോളറായിട്ടല്ല അളക്കേണ്ടത്, ശതമാനമായിട്ടാണ് അളക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ $100 അക്കൗണ്ട് $50 ലോസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ 50% ഡ്രോ ഡൗൺ ആണ്. അത്തരം ഡ്രോ ഡൗണുകളെ ട്രേഡിങ്ങിൽ നമ്മൾ വളരെയധികം പേടിക്കേണ്ടതുണ്ട്. കാരണം അത് അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം സോഫ്റ്റ്വെയറുകളിൽ. അതൊരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെയുള്ള റോബോട്ടുകളൊക്കെ എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ടെസ്റ്റിംഗ് ഇപ്പോൾ ഇവിടെ ഏകദേശം 83 ലക്ഷത്തിലേക്ക് 80 ലക്ഷത്തിൻ്റെ ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചാർട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും.
ഇപ്പോൾ ഇവിടെയുള്ള ചാർട്ടൊന്നും നമുക്ക് കാണാൻ പോലും ഇല്ല. കാരണം ഇവിടെ കാണിക്കുന്ന നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ശബ്ദം നിങ്ങൾ മൈക്കിൽ കേട്ടോന്നറിയില്ല. ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ, എത്ര ബാറുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്, ഒരു വർഷത്തെ മൊത്ത കണക്കുകളാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നത് 50,000 ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ്, അതായത് കുറച്ച് ലോസുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് വേറെയുണ്ട്. ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ ലോസ് കഴിച്ചാൽ കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഞാനിതൊന്ന് വായിക്കാൻ ശ്രമിക്കാം. 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. അപ്പോൾ 7,97,75,334 ഡോളറാണ് നമുക്ക് ഒരു വർഷത്തെ ടെസ്റ്റിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇത് ചിലപ്പോൾ റിയൽ മാർക്കറ്റിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത്ര തന്നെ പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് വരാം. പക്ഷേ സാധാരണഗതിയിൽ ഒരുവിധമൊക്കെ ഈ ബാക്ക് ടെസ്റ്റിൽ കാണുന്ന റിപ്പോർട്ടും റിയൽ മാർക്കറ്റിൽ നടക്കുന്നതും ഏകദേശം സെയിം ആയിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഈ ഒരു ബാക്ക് ടെസ്റ്റ് കാണിക്കുക എന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ഫാക്ടർ, അതുപോലെ ടോട്ടൽ ട്രേഡ്സ് 25,597 ട്രേഡുകളാണ് മൊത്തത്തിലെടുത്തത്. അത് ഷോർട്ട് പൊസിഷൻ എത്ര ഉണ്ട്, അതുപോലെ ലോങ് പൊസിഷൻ എത്ര ഉണ്ട് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിന്ന് 199, അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എത്ര ശതമാനവും, ലാർജസ്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡ്, അതുപോലെ ആവറേജ് പ്രോഫിറ്റ് ട്രേഡ്, മാക്സിമം വിൻസ്, അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അത് നിങ്ങൾ സൗകര്യം പോലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതിലെ ഓരോ അക്കവും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ റിസൾട്ടിലേക്കൊന്ന് വരാം. ഈ റിസൾട്ട് നമുക്ക് തുടക്ക സമയത്ത് ഇവിടെ നമുക്ക് 2 ലോട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് കുറച്ചും കൂടെ താഴോട്ട് ഞാനൊരു പകുതിയിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഡോളർ കൂടി ഇപ്പം 32 ലോട്ടാണ് ഇവിടെ ട്രേഡ് നടന്നിട്ടുള്ളത്. ഇത് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ 100 ലോട്ട് ട്രേഡാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ലോട്ട് സൈസ് പോവില്ല, 100 ആയിരിക്കും പരമാവധി. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രേഡുകളൊക്കെ 100 ലോട്ട് ട്രേഡാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നടക്കുന്ന ഒരു പ്രോഫിറ്റുകൾ ഇവിടെ നമുക്ക് $500 SL അടിഞ്ഞപ്പോൾ കിട്ടിയ പ്രോഫിറ്റാണ് $500. അതുപോലെ അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഓരോ ട്രേഡിൽ ക്ലോസ് ചെയ്യുന്നതൊക്കെ SL ആണ് ഈ അടിയുന്നത്. SL അടിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് ട്രെയിലിംഗ് പ്രോഫിറ്റാണ് ഇതൊക്കെ. അതായത് 14,200 ഒറ്റ പ്രോഫിറ്റാണ് ഇത് നടക്കുന്നത്. നമ്മുടെ 2025 ജൂലൈ 30 അന്നത്തെ ട്രേഡാണ്. ജൂലൈ 30 ഈ കാണുന്നതെല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ സെൻറ്റ് അക്കൗണ്ടിലാണ് പരീക്ഷിക്കുന്നതെങ്കിൽ പോലും സെൻറ്റ് അക്കൗണ്ടിൽ നമുക്കറിയാം 100 സെൻറ്റ് കിട്ടുമ്പോഴേ ഒരു ഡോളർ ആവുള്ളൂ. നമ്മൾ $500 നമുക്ക് സെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കാൻ വെറും $5 ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ $5 ഉപയോഗിച്ച് സെൻറ്റ് അക്കൗണ്ടിലാണ് ഈ ഒരു ട്രേഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന തുക, അതായത് നമ്മൾ പറഞ്ഞ ഈ പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു തുക, അതായത് ഇതിൽ നിന്ന് ഇതിൻ്റെ 100 അങ്ങോട്ട് മാറ്റിയാൽ തന്നെ നമുക്കിതിനെ എങ്ങനെ വായിക്കാം? 10, 100, 1000, 10,000, ലക്ഷം. അതായത് 7,97,000 അഥവാ $8 ലക്ഷം നമുക്ക് ഈ $5 ഉപയോഗിച്ച് ഒരു വർഷം ഇതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലുള്ള ഒരു റോബോട്ടാണ്, വളരെ മികച്ച ഒരു റോബോട്ടാണ്. നിങ്ങൾക്ക് റോബോട്ടിനെ കുറിച്ച് ചെറിയ തോതിൽ പരിചയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട്, ഈ ഒരു റിപ്പോർട്ട് മാത്രം കണ്ടാൽ തന്നെ നമുക്കത് ബോധ്യമാകും. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സേവാസ് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് സേവ് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ഈ നമ്മുടെ റോബോട്ടിൻ്റെ പേരിൽ തന്നെ ഞാനിത് സേവ് ചെയ്ത് കാണിക്കുകയാണ്. ഈ ഒരു ഫയൽ ഓപ്പൺ ആകുന്ന സമയത്തും ചെറുതായിട്ടൊക്കെ സിസ്റ്റം ഹാങ് ആവും. കാരണം ഒരുപാട് പേജുകൾ അടങ്ങുന്ന ഒരു വെബ് പേജ്, അതായത് 500ഓളം MB ഉള്ള ഒരു വലിയ ഫയലായിരിക്കും ഇതിൻ്റെ ഇപ്പം നമ്മൾ സേവാസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആകുന്ന ഒരു ഫയൽ. കാരണം അത്രമാത്രം ഞാൻ പറഞ്ഞല്ലോ, ബാർ ടെസ്റ്റ് എന്ന് പറഞ്ഞത്
24,540 ബാറുകൾ ടെസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ട്രേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം ഹാങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിതാ ആ ഒരു പേജ് ക്ലിക്ക് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ മൗസ് മൂവ് ചെയ്യുന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു റോബോട്ടിൻ്റെ പ്രവർത്തന രീതി ഇതുപോലെയുള്ള ഇത്രയും മികച്ച അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇതിൻ്റെ മാക്സിമം ഡ്രോ ഡൗൺ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. 5% മാത്രമാണ്, 5.97, അഥവാ 6% എന്ന് വേണമെങ്കിൽ പറയാം. 6% മാത്രമാണ് നമ്മുടെ ഇക്വിറ്റിയുടെ 6% മാത്രമാണ് ഇവിടെ മാക്സിമം ഡ്രോ ഡൗൺ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഡ്രോ ഡൗൺ പോകാതെ ഇത്രയും വലിയ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിൽ ഉള്ളൊരു റോബോട്ട് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഓട്ടോമാറ്റിക് ലോഡ് സൈസ് കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു വലിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലോഡ് സൈസ് കുറച്ചും കൂടെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. ഇതിൽ നമ്മൾ സെറ്റിങ്സിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ കണ്ട വിശദീകരണങ്ങൾക്ക് പുറമെയുള്ള വേറെയും കുറച്ചും കൂടെ ഡീറ്റെയിൽസുകൾ ഇവിടെ ഉണ്ടാകും. അതുപോലെ ഇവിടെ ഒരു നമ്മുടെ ചാർട്ടിൻ്റെ ഇതൊരു ഇമേജാണ്, ഇതിവിടെ ഉണ്ടാവും. അതുപോലെ ഇതിൽ ഓരോ ദിവസവും നടന്ന ട്രേഡും അതിൽ കിട്ടിയ പ്രോഫിറ്റും ഒക്കെ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ ആകെ ഈ ഒരു സമയമായപ്പോഴേക്ക്, അതായത് 1-ാം തീയതി തന്നെയാണ് നമുക്ക് $3 ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട്, 498 ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ പോയാൽ ഓരോ സമയത്തും കിട്ടിയ പ്രോഫിറ്റും ലോസും ഒക്കെ നമുക്കിതിൽ കാണാം. അപ്പോൾ ഇതിൽ ഇതൊക്കെ 1-ാം തീയതിയിൽ നടന്ന ട്രേഡുകളാണ് ഈ കാണുന്നതൊക്കെ. അതൊക്കെ എല്ലാം ട്രേഡല്ല കേട്ടോ. ഈ മോഡിഫൈ എന്ന് കാണുന്നതൊക്കെ ഈ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നതാണ് ഈ മോഡിഫൈ എന്ന് കാണുന്നത്. ഇതൊക്കെ ഇതിൽ ഒരായിട്ടാണ് കാണിക്കുക. 35 ട്രേഡാണ്. ഇതൊക്കെ 35ാമത്തെ ട്രേഡിൻ്റെ മോഡിഫൈ ആണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഓരോ ട്രേഡും ഇത് എത്രാമത്തെ ട്രേഡാണ്, ഇത് 35ാമത്തെ ട്രേഡ് ഇവിടുന്ന് മോഡിഫൈ ചെയ്ത് ഇവിടെ 1.58 പ്രോഫിറ്റിൽ അത് ക്ലോസ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ബൈ സ്റ്റോപ്പ് ഇട്ടു, അത് ഡിലീറ്റ് ചെയ്തു, സെൽ സ്റ്റോപ്പ് ഇട്ടു, അത് പിന്നെ സെല്ല് ഇവിടെ ആക്റ്റീവായി, അങ്ങനെ തുടങ്ങി. പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. ഇതിൻ്റെ മുഴുവൻ പേജും കൂടെ ഇവിടെ ഓപ്പണായി കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാനൊരു പകുതിയിലേക്ക് ഇതൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ കണ്ട 674, അതായത് ഇവിടെ 5-ാം തീയതി ആയിട്ടേ ഉള്ളൂ. അതായത് 1-ാം തീയതി നമ്മൾ തുടങ്ങി 5 ദിവസം ആയപ്പോഴേക്ക് തന്നെ $100 ചില്ലാൻ ഇവിടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് ഒരു ഫയലായി വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വീഡിയോക്ക് താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് പരിശ്രമിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റോബോട്ടിൻ്റെ ഒരു പ്രവർത്തന രീതി. ഞാൻ ഈ ഫയൽ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എത്ര MB ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട്. ഇവിടെ നമ്മൾ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു MB എത്ര ഉണ്ടെന്ന് നമുക്കിവിടെ കാണും. കാരണം 408 MB ആണ്. ഇത് നമ്മൾ സിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 12-15 MB ഒക്കെ ഉണ്ടാവും. ഇത് നമ്മളൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ സിപ്പ് ചെയ്താൽ 12.8 MB ആണ് ഇപ്പോൾ ഈ ഫയലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ഒരു ഫയൽ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി അൺസിപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മൊബൈലിൽ ഒരിക്കലും ഈ ഫയൽ ഓപ്പൺ ആവുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഇതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളും മറ്റൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് രീതി, ഇതൊക്കെ നമുക്ക് റോബോട്ട് ഉപയോഗിച്ച് മാത്രം സാധ്യമാകുന്ന, മാനുവലായി ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ട്രേഡിംഗ് രീതികളാണ്. അപ്പോൾ ഇത് നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇതിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.